തൃശൂർ മതിലകം കൂളിമുട്ടം സ്വദേശിയായ സാജൻ സിഗ്നേച്ചർ സ്വന്തം ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. ആഗ്രഹങ്ങൾ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നതല്ലെന്ന് സാജന്റെ പക്ഷം. താൻ ഉണ്ടാക്കുന്ന പപ്പടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന സാജന്റെ മാർക്കറ്റിംഗിലെ തനത് ശൈലിയാണ് ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ബിസിയാണോ? ബിസിയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തേ, ക്ഷമിക്കണേ. ഒരു മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. സാറേ, ഒരു പേര് പപ്പടം എടുത്തൂടെ? ഒരു പാക്കറ്റ് പപ്പടം വാങ്ങുമോ എന്ന് അപേക്ഷിക്കുന്നതിന് പകരം ഉപഭോക്താവിനെ മാന്യമായി ഡീൽ ചെയ്യുന്നതാണ് സാജന്റെ രീതി. ബാംഗ്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ശീലിച്ച രീതിയാണ് താൻ ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് 35-കാരൻ സാജൻ പറയുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ വിലയുണ്ടെന്ന് സാജൻ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന സാജൻ ഒരപകടത്തെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പപ്പട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. ഉപഭോക്താക്കളെ മാന്യമായി സമീപിച്ച് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിലൂടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് സാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. സാർ, ഞാനിപ്പോ ഒരു വർഷമായി ഫീൽഡിൽ വന്നിട്ട്. അതായത് ഞാൻ ആദ്യം കൽപ്പനയാണ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരുന്നു. കൈക്കൊരു ആക്സിഡന്റ് ആയിട്ടേ വാർക്കര മൂളി നിന്നൊക്കെ വീണിട്ടൊക്കെ. അപ്പോൾ ആ വൈഫും ഒക്കെയാണ് പെങ്ങന്മാരെ കൂടെ പ്ലാൻ ചെയ്താണ് നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്നും പറഞ്ഞു. അപ്പോൾ ആദ്യം വീടുകളിലാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഞാൻ 2017-18 ഇവിടെ അല്ല, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. മെഡിസിൻ കമ്പനിയിൽ പാക്കിംഗ് സെക്ഷനിൽ. അപ്പോൾ അവിടെ നമ്മൾ ഈ കസ്റ്റമറായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ബ്രാഞ്ച് തിരുവല്ലയിലായിരുന്നു. അപ്പോൾ തിരുവല്ലയിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലറൊക്കെ ചെയ്ത് അപ്പോൾ ആ സ്റ്റൈൽ അങ്ങനെയാണ് വന്നത്. ചില ആൾക്കാർ എൻ്റെ സംസാരം കേട്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് തന്നെ. മകൻ അലന്ത്രകിന്റെ വിളിപ്പേരായ അല്ലൂസാണ് പപ്പടത്തിന്റെ ബ്രാൻഡ് നെയിം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.